അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന വ മൗലാന മുഹമ്മദ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു 11ാമതായി ഹദ്ദാദിൽ കൊണ്ടുവന്ന ദിക്ർ റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്നതാണ്. പരിശുദ്ധമായ അടിസ്ഥാനപരമായ 3 പ്രഖ്യാപനങ്ങളാണ് ഈ ദിക്റിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റളീനാ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളെ കൊണ്ടും സംതൃപ്തനായിരിക്കും. അള്ളാഹുവിൻ്റെ ഖളാ അവൻ പൂർണ്ണമായും ഉൾക്കൊണ്ടവനായിരിക്കും. ഒരുപക്ഷേ അവന് പ്രയാസമാണെന്ന്, ബുദ്ധിമുട്ടാണെന്ന്, സഹിക്കാൻ കഴിയാത്തതാണെന്ന് തോന്നുന്ന വിഷയങ്ങളാണെങ്കിലും അതെൻ്റെ റബ്ബിൻ്റെ തീരുമാനം, അതെൻ്റെ റബ്ബിൻ്റെ ഖളാ ആണ് എന്ന നിലയിൽ അവൻ അതിൽ പൂർണ്ണമായും സംതൃപ്തനായിരിക്കും. അതൊരു പക്ഷേ മാരകമായ രോഗങ്ങളെ കൊണ്ടുള്ള പരീക്ഷണമായിരിക്കാം, ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണമായിരിക്കാം, മറ്റേതെങ്കിലും രൂപത്തിലുള്ള വിഷമകരമായ സാഹചര്യങ്ങളാണെങ്കിലും അവിടെയെല്ലാം ഖളാ കൊണ്ടവൻ പൂർണ്ണമായി സംതൃപ്തനാവുകയാണ്. അതോടൊപ്പം തന്നെ റബ്ബിന് വഴിപ്പെടുന്നതിൽ അവൻ സദാസമയവും സജീവമായിരിക്കും. റബ്ബ് ഫർളാക്കിയ കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പുലർത്തുകയും നിഷിദ്ധമാക്കിയ കാര്യങ്ങളെയൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കുകയും പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പം ക്ഷമിക്കുകയും അള്ളാഹുവിന് നന്ദി ചെയ്യണം എന്ന നല്ല മനസ്സ് അവനിൽ ഉണ്ടാവുകയും റബ്ബിനെ കാണണമെന്ന ഒരാഗ്രഹം അവൻ്റെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടേ ഇരിക്കും. അതോടൊപ്പം തന്നെ ഇസ്ലാമിനെ ദീനായി മതമായി തൃപ്തിപ്പെട്ട ഒരു മനുഷ്യൻ ആ ഇസ്ലാമിൻ്റെ ശിആറുകളെ, അടയാളങ്ങളെ പൂർണ്ണമായും ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ വിശുദ്ധ മതത്തിൻ്റെ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു വഴിയിലൂടെ ജീവിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായിക്കൊണ്ട് തൃപ്തിപ്പെട്ട അംഗീകരിച്ച ഒരു മനുഷ്യൻ ആ പ്രവാചകൻ കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിക്കുകയും ആ പ്രവാചകൻ്റെ തിരുചര്യകൾ ജീവിതത്തിൽ പകർത്തുകയും ആ പ്രവാചകനെ വല്ലാതെ മഹബത്ത് വെക്കുകയും അതിൻ്റെ ഭാഗമായി ആ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും പ്രവാചക കുടുംബത്തിനെ, അഹ്ലുബൈത്തിനെ സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ആ പ്രവാചകൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരോടും കരുണയും കാരുണ്യവും സ്നേഹവും കാണിക്കുകയും ചെയ്യും. ഇതെല്ലാം ഈ ദിക്റിൽ അടങ്ങിയ ആശയങ്ങളാണ്. ഈ ദിക്റിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, മൻ ഖാല ഹീന യുംസി റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ. വൈകുന്നേര സമയത്ത് ഈ ദിക്റിനെ ഒരാൾ ചൊല്ലുകയാണ് എങ്കിൽ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുർളിയഹു, അവനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അവനെ അള്ളാഹു തആല എന്തായാലും തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ ദിക്റിലൂടെ അള്ളാഹുവിൻ്റെ റിള, പൊരുത്തം അവന് ലഭിച്ചിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ദാഖ തുഅമൽ ഈമാൻ, ഈമാനിൻ്റെ രുചി, രസം അനുഭവിച്ചിരിക്കുന്നു
മൻ ഖാല റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഈ ദിക്ർ ചൊല്ലുന്ന മനുഷ്യൻ ഈമാനിൻ്റെ മാധുര്യം, രുചി അനുഭവിച്ചവനാണ്. ഈമാനിൻ്റെ രുചി അനുഭവിച്ച മനുഷ്യനെ ഈ ദിക്ർ ചൊല്ലാൻ കഴിയുകയുള്ളൂ, ഇതുമായി ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അത്രയും ആശയവ്യാപ്തിയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ പ്രഖ്യാപനമാണ് ഈ ദിക്റിലൂടെ സാധിച്ചെടുക്കാൻ കഴിയുന്നത്.